പിന്നെ ഇതിന്റെ സംവിധായകൻ അഖിൽ കോട്ടാത്തല. സിഗരറ്റിന്റെ കാര്യം പറഞ്ഞു. 10 പാക്കറ്റ് ജോൺ പ്ലേയേഴ്സ്. അതെ, തൽക്കാലം അത്രയും മതി. രായപ്പനെ മനസ്സിലായില്ലേ? ഞാൻ റഫീഖ്. കോട്ടാത്തല എന്നായിരുന്നു ആദ്യത്തെ പേര്. എന്നെ രാജപ്പാന്ന് വിളിച്ചവനെ സൂത്രത്തിൽ ഇങ്ങോട്ടൊന്ന് വിളി. ഇന്നിവിടെ വന്നപ്പോഴാണ് മാരാറായി മാറിയത്. രാജപ്പാന്ന് വിളിച്ചാൽ നാറ്റാവുന്ന എങ്ങനെയാ? അത് നാറ്റമാണ്. വെറും കൺട്രികളായ എന്റെ അച്ഛനമ്മമാർ എന്നോട് ചെയ്ത ചതി. അദ്ദേഹം നല്ല എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. പാർട്ടിയും എല്ലാ പാർട്ടിയിലും വർക്ക് ചെയ്ത ഒരാളാണ്. അത് ആദ്യം കോൺഗ്രസിലായിരുന്നു, പിന്നെ കമ്മ്യൂണിസ്റ്റായി, അവസാനം BJP ആയി. ഞാനൊരു ഉലകം ചുറ്റും ബാലിവൻ, പണക്കാരൻ, ஆனால் ഏഴകൾക്ക് തോഴൻ. ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ, ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത്, മറ്റന്നാൾ USA യിലാണെങ്കിൽ പിറ്റന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീനിൽ. അവസാനം എല്ലാത്തിലും പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് അതിന്റെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് വ്യക്തമാണ്. അതിലെ നല്ല ആക്ഷേപഹാസ്യങ്ങൾ നമുക്കും കാണാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അഖിൽ മാര, അദ്ദേഹത്തിന് എന്റെ എല്ലാവിധ ഭാവങ്ങളും അറിയിക്കുന്നു. അല്ലണ്ണ, കുറച്ചു നേരമായിട്ട് ശ്രദ്ധിക്കായിരുന്നു, ചെറുതായിട്ട് സംസാരത്തിൽ എവിടേക്കോ ഒരു അപകട സൂചന. അതൊക്കെ സാറിന്റെ വെറും തോന്നല.